ഒന്നിച്ചിണക്കി മദനമില്ലെങ്കിൽ ഈ വിശ്വം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് രാവിലെ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പം ഇന്ന് മൂന്ന് പുതിയ ആൾക്കാരോടെ ഉണ്ട്. 2 അമ്മൂമാരാണേ. ഇവാൻ ഹായ് പറ. ഹായ്. ഇവര് രണ്ടുപേരും വീട്ടില് വിളിക്കുന്ന അമ്മു എന്നാണ്. ഇവളെ പേര് അനഘ, ഇവളെ പേര് അമൂല്യ. ഇപ്പൊ രണ്ടാളെ വീട്ടില് അമ്മു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാള് എല്ലാരും കൂടെ ഇപ്പൊ അമ്പലത്തിലേക്ക് പോവാന്ന്. മുജുകുന്ന് കോട്ടയില് ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിക്കാം. ഇവിടെ ഗായകരൊക്കെ ഉണ്ട് കേട്ടോ. ഇവള് ഗായികയാണ് കേട്ടോ. നന്നായിട്ട് പാട്ടൊക്കെ പാടും. അമ്മ ഒരു പാട്ട് പാടിത്തരോ? ക്യാമറക്ക് മുന്നിൽ പാട്ട് പാടാൻ അമ്മൂന് നാണമാകും. പാട്ട് പാടിത്തരോ? പാടുത്താ ബാക്കി പാടുക്ക. നീ ആരാരോ ബാക്കിയാ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഇങ്ങോട്ട് വരണമെന്ന്. പ്ലാനിങ് ഇങ്ങനെ നടക്കുന്നുണ്ടെന്നല്ലാതെ അമ്പലത്തിലേക്ക് ഒരുമിച്ച് വരാൻ ഇന്നാണ് ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പം ഇന്നലെ പെട്ടെന്ന് വിളിച്ചിട്ട് എന്തായാലും ഞങ്ങൾ നാളെ പോകുന്നുണ്ട്, വരുന്നുണ്ടോ ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു അമ്പലത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരിക നമ്മുടെ സർഗം മൂവിയാണ് കേട്ടോ. അപ്പോൾ സർഗം മൂവിയുടെ ലൊക്കേഷനും കൂടിയാണ് ഈ ഒരു അമ്പലം. ദീപം കൊളുത്തുവാൻ നീ ചൂടും കോടിരമില്ലേ. ആ മൂവിയുടെ സീനിൽ കണ്ട അതേപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും ഈ ഒരു സ്ഥലം, ഈ മതിലും ഇതൊക്കെ തന്നെ. വലിയ പറയത്തക്ക വിധത്തിലുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ കുളം ഉള്ളത്. കുളത്തിൻ്റെ ആ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പ് നമുക്കൊന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് വരാം. ഈ ഒരു അമ്പലത്തിൽ ഉള്ളിലേക്ക് പ്രവേശനം അനുവദനീയമല്ല കേട്ടോ. അതവിടെ പ്രത്യേക ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കിടക്കാൻ പറ്റില്ല, നമുക്ക് പുറത്തുനിന്ന് തൊഴുതിട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ മാത്രമേ ഇവിടെ പൂജയുള്ളൂ, വൈകിട്ട് ഇവിടെ പൂജ ചെയ്യുന്നില്ല കേട്ടോ. ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് വൈകുന്നേരം പൂജയുള്ളത്. 6 മണി മുതൽ, അതായത് രാവിലെ 6 മണി മുതൽ 11 മണി വരെ ആയിരിക്കും ഇവിടുത്തെ ഒരു സമയം എന്ന് പറയുന്നത്. പിന്നെ പൂജയുടെ കാര്യം പറഞ്ഞപ്പോൾ വൈകിട്ട് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവന്മാർ തന്നെ പൂജ നടത്തുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ രാവിലെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നമ്പൂതിരി ചെയ്തു വെക്കും. അപ്പോൾ വൈകിട്ട് പൂജ ദേവി ദേവന്മാർ തന്നെ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പം നമ്മൾ പോകുന്നത് ഇവിടുത്തെ അമ്പലക്കുളത്തിലോട്ടാണ് കേട്ടോ. ഈ ഒരു കുളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം. ഒരുപാട് എന്താ പറയുക, ഫോട്ടോ ഷൂട്ടുകളും അതുപോലെ തന്നെ സിനിമ ഷൂട്ടും ഒക്കെ നടന്നിട്ടുള്ള ഒരു കുളമാണ് ഇവിടെ. ഇന്ന് തന്നെ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു, സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ആണ് ഭയങ്കര തിരക്ക് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സമാധാനമായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് വന്നത്. നോക്കുമ്പം ഇന്നും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. അപ്പം നമ്മൾ ഈ ഷൂട്ടൊന്നും നടക്കാത്ത കുളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയിരുന്നിട്ട് അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. സർഗം മൂവിയിലെ ഒത്തിരി സീൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ കുട്ടൻ തമ്പുരാൻ അപസ്മാരം വന്ന് വീഴുന്ന സീൻ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെടുമുടി വേണു വിനീതിന് സംഗീതം പഠിപ്പിക്കുന്ന സീൻ ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ മുൻകൂട്ടി പെർമിഷൻ എടുക്കണം. 350 രൂപയാണ് കേട്ടോ അതിൻ്റെ ഒരു ചാർജായിട്ട് അവരെടുക്കുന്നത്. ഈ വിശ്വം ചേതനാ ശൂന്യമല്ലോ ആത്മാവിൽ നിന്ന നമ്മൾ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുള്ള അതേപോലെ തന്നെയാണ് ഇപ്പോഴും. വലിയ മാറ്റങ്ങളും ഇല്ലാതെ തന്നെ ഈ ഒരു ക്ഷേത്രമാണെങ്കിലും കുളമാണെങ്കിലും അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ ഒരു കുളം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് പടവുകളൊക്കെ കൂടിയിട്ട് അടിപൊളിയാണ്. ഒത്തിരി ആളുകൾ ദൂരെ നിന്നൊക്കെ ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്.
നമ്മൾ കുളത്തിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നു, ഷോർട്ട് ഫിലിം ഷൂട്ടിങ്ങും സേവ് ദ ഡേറ്റ് അങ്ങനെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ കൂടുതൽ നേരം അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടൊക്കെ എടുക്കുമ്പം അവർക്കത് ഡിസ്റ്റർബ് ആവുന്നുണ്ട്, ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് 1-2 വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇത് വലിയ കാവാട്ടോ, നല്ല രസമുണ്ട്, നല്ല തണുപ്പൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരുപാട് മരങ്ങളും ഒക്കെ. ഏകദേശം 9 ഏക്കറോളം വരുന്ന ഒരു കാവാണ് കേട്ടോ ഇത്. വിവിധ ഇനത്തിൽപ്പെട്ട സസ്യജാലങ്ങളും ചിത്രശലഭങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇതൊരു ശിവക്ഷേത്രമാണ് കേട്ടോ, അതുപോലെ തന്നെ നാഗപ്രതിഷ്ഠ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോവാട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് വിചാരിച്ചതുപോലെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മൾ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോവാണേ. രാവിലെ ഒന്നും കുടിച്ചിട്ടുണ്ടാവില്ല കുട്ടികളൊന്നും. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് പഴം കൊടുത്തോണ്ടിരിക്കുക. പിന്നെ കാറ് തൊണ്ടാ പറഞ്ഞു തിന്നിക്കോ. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചു പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. പക്ഷെ പ്രതീക്ഷ എത്ര വന്നോ? ഇല്ല, നല്ല ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് കൊണ്ട് പറ്റിയില്ല. ഭയങ്കര തിരക്കൊക്കെയാണ്. അത് നമുക്ക് പിന്നെ രസം വന്നിട്ട് റെഡിയാക്കി. അപ്പം ഇന്നിപ്പം എന്തായാലും പോവാന്ന്. ഇതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അകലാപ്പുഴയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. പുതുതായിട്ട് വന്നിട്ടുള്ള ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. 2 ഹൗസ് ബോട്ട് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോട്ടും ഇതൊക്കെ ഹൗസ് ബോട്ടൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ ഇത് വന്നിട്ടില്ല ഇവിടെ. കുറേ മുന്നേ ആള് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് 1-2 വർഷം, 1 വർഷം മുന്നേ ആണ് എന്തായാലും വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി വീഡിയോ ഒക്കെ ഇടാം. അപ്പൊ നേരത്തെ അങ്ങോട്ടേക്ക് നമ്മൾ ഇതുവരെ തന്നെയാണ് പോയത്. പക്ഷെ ആ സമയത്ത് അകലാപ്പുഴ കാണിച്ചു തരാനായിട്ട് എന്റെ അടുത്ത് വിട്ടുപോയി. അതാണ് കേട്ടോ ഇപ്പൊ കാണിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.